മാനേജറെ വരാൻ പറയൂ. ശരി സർ. സർ, എന്താണ് സന്തോഷം ഈ എഴുതിയിരിക്കുന്നത്? ഒരു ഇമ്പോർട്ടന്റ് ഫയലാണിത്. സോറി സർ, പുതിയ അപ്പോയിന്റ്മെന്റ് ലതയാണത് ടൈപ്പ് ചെയ്തത്. എവിടുന്ന് വരുന്നു ഇതൊക്കെ? ക്ലിയർ ചെയ്യാൻ പറയൂ. അറിയില്ലെങ്കിലേ സന്തോഷ് പറഞ്ഞു കൊടുക്കും. ഓക്കെ സർ. പെട്ടെന്ന് വേണം. സന്തോഷ്, എടപ്പാളിലെ ബ്രാഞ്ച് ഓഫീസിൽ വിളിച്ച് മിസ്റ്റർ ഷേണായോട് അടുത്ത കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പറയണം. ഓക്കെ? ഓക്കെ സർ. യു മേ ഗോ. ഹലോ ജേട്ടാ, ഒന്ന് ഇവിടം വരെ വരാമോ? അത്യാവശ്യമുണ്ട്. എന്താ അത്യാവശ്യം? അവിടെ ഭൂമി കുലുങ്ങിയോ? ദേ, തമാശയാക്കല്ലേ, കാര്യമുണ്ട്. എങ്കിൽ പറയൂ മാഡം, ഇവിടെ ജോലി തിരക്കുണ്ട്. അത് സസ്പെൻസ് ആണ്. നേരിട്ട് കണ്ടറിഞ്ഞാ മതി. ശരി, ഞാൻ ഇന്ന് നേരത്തെ എത്താം. ഓക്കെ, ബൈ. എന്താ ഇത് പരിസരം നോക്കാതെ? നീ പറഞ്ഞ സസ്പെൻസ് എന്താ? ഹലോ, അസലായിട്ടുണ്ട്. നീ പോന്നു? ഞാൻ വന്നത് ബിസിനസ് പറഞ്ഞില്ലേ? ദേ, എന്താ പറഞ്ഞത്? അല്ല, നിനക്ക് എക്സാം അല്ലേ എന്ന് ചോദിച്ചതാ. അതെ, കുറച്ചു നാള് ഞാനിവിടെ കാണും, എക്സാം തുടങ്ങുന്നത് വരെ. എന്റെ അമ്മോ, അതുവരെ ഞങ്ങൾ സഹിക്കണല്ലേ? ഇതാ മരുന്ന്. കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാശ് എത്രയായാലും തരാം. അത് പിന്നെ മതി. മരുന്ന് കുടിച്ച് തടി കുറഞ്ഞ് സുന്ദരിയായിട്ട്. പറ്റിയുണ്ടോ? ഏയ്, അതല്ലേ ഇതിന്റെ ഗുണം. എന്തും കഴിക്കാം. എന്ന് ഞാൻ വരട്ടെ. ആരാ? എന്താ? ഞാൻ ജേസൺ കമ്പനിയുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ്. അയ്യോ, ഒന്നും വേണ്ട. മാഡം പ്ലീസ്. നിർത്ത്. ഇവിടെ ഇതൊന്നും വേണ്ട. മാഡം പ്ലീസ്, വാറന്റിയുള്ള സാധനങ്ങളാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് പറയാം. മാഡം, ഞാൻ പറയുന്നത് ഒന്ന്. വേണ്ട, പോണം മിസ്റ്റർ. ഇത് കഷ്ട. കുറെ കച്ചവടക്കാർ ഇറങ്ങിയിട്ടുണ്ട്. വാറന്റിയുമായി ശല്യങ്ങള്. തന്നോടല്ലേ പറഞ്ഞത്? എന്താ? താൻ ഏത് കമ്പനിയുടെ ഏജന്റാ? ഏജന്റോ? ഇനി വീട് മാറിയതാണോ? ഇല്ലല്ലോ. ഇതേതാ പുതിയ അവതാരം? താൻ എന്താ നിന്ന് പെറുപിറുക്കുന്നേ? രാവിലെ തന്നെ ഇറങ്ങും. ആ കമ്പനി, ഈ കമ്പനി, ബിസിനസ്, കൊടച്ചക്രം. ഹലോ, മനസ്സിലായില്ല. നമ്മൾ ആരാ? ഓഹോ, എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരെന്നോ? താൻ ആരാടോ? ഓഫീസിനാ? സാറില്ലേ? സാറില്ല. ഇവിടെ ഒന്നും വാങ്ങുന്നുമില്ല. പോണം. വാങ്ങുന്നില്ലേ? എന്തോന്ന്? എനിക്ക് സാറിനെ കാണണം, ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് എന്നെ പോകാൻ പറയാൻ നീ ആരാ? നീയോ? എന്ത് നീയെന്ന് വിളിക്കാൻ? താൻ ആരാടോ? ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോടോ. പെണ്ണെ, ആവശ്യമില്ലാതെ എടോ പോടാന്നൊക്കെ വിളിച്ചോണ്ടല്ലോ. വിളിച്ചാൽ ഇയാൾ എന്നെ എന്ത് ചെയ്യും? എന്നാ ഒന്ന് വിളിച്ചേ, വിളിക്കടി. സന്തോഷ്, ഗുഡ് മോർണിംഗ് സർ. എന്താ ഇവിടെ ഒരു ഒച്ചപ്പാട്? ചേട്ടാ, ഇയാൾ ഏതോ കമ്പനിയിലെ ആളാണെന്ന് പറഞ്ഞ്. റീത്തെ, ഇത് മിസ്റ്റർ സന്തോഷ്, എന്റെ കമ്പനിയിലെ മാനേജരാ. എന്താ സന്തോഷ് രാവിലെ? ഫ്ലൈറ്റ് ടിക്കറ്റ് തരാൻ വേണ്ടി വന്നതാ സർ. റീത്തെ, ഇത് അകത്തോണ്ട് വെക്കേ.
എന്നിട്ട് സന്തോഷം ചായ എടുക്ക്. അയ്യോ വേണ്ട സാർ. ഉം. ഏതാ സാർ ഈ പെണ്ണ്? എന്റെ ഭാര്യയുടെ അനിയത്തി റീത. എന്താ? സാറ് വന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ സമ്മതിക്കണ്ടേ? കടിച്ച് കീറാനല്ലേ വരുന്നത്. ആ ഓ, അതൊന്നും അത്ര കാര്യമാക്കണ്ട. അല്പം മുൻകോപക്കാരിയാ. വരട്ടെ സാർ. ഓക്കെ, ബൈ. ഏയ് ഉം. എന്താ? സോറി, ആളറിയാതെ പറഞ്ഞു പോയതാ. അതാ സ്വഭാവമെന്ന് ചേട്ടൻ പറഞ്ഞു. കാലത്ത് ഓരോ കമ്പനിക്കാര് ചില സാധനങ്ങളുമായി വന്ന് ഭയങ്കര ശല്യ. അവരാണെന്ന് കരുതി. സോറി. ഇനിയെങ്കിലും മറ്റുള്ളവരാരാണെന്ന് അറിഞ്ഞതിന് ശേഷം വേണം എന്തെങ്കിലും പറയാൻ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഓക്കെ, വരട്ടെ. എന്ത് പറ്റി? എന്ത് പറ്റി? മോളെ, എന്ത് പറ്റി? മിസ്റ്റർ ജയൻ, മനസ്സിന് ആഘാതം തട്ടുന്ന രീതിയിൽ വല്ലതും സംഭവിച്ചിരുന്നോ? ഇല്ല ഡോക്ടർ, വളരെ സന്തോഷത്തിലായിരുന്നു. ഇതിനു മുൻപെങ്ങാനും ഇതുപോലെ? ഇല്ല, ഇതാദ്യമാണ്. പേടിക്കാനില്ല, റെസ്റ്റ് എടുക്കട്ടെ. പേടിക്കണ്ട, ഹോസ്പിറ്റലാണ്. ഒരു ചെറിയ തലകറക്കം, അത്രേ ഉള്ളൂ. മിസ്റ്റർ ജയൻ, ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം. 2 ദിവസം കഴിഞ്ഞ് വരും. ബ്ലഡിന്റെയും സ്കാനിന്റെയും റിസൾട്ട് അറിയണം. എന്നാലേ എന്താണെന്ന് പറയാൻ കഴിയൂ. ശരി ഡോക്ടർ. ശരി. ചേച്ചി, വിഷമിക്കാനൊന്നുമില്ല. ഇവിടെ നമ്മളെ പേടിപ്പിച്ചു കളഞ്ഞതാ. ഡോക്ടർ എന്ത് പറഞ്ഞു? മരുന്ന് വാങ്ങിച്ചു. ബ്ലഡിന്റെ റിസൾട്ട് വന്നതിന് ശേഷം അസുഖം എന്താണെന്ന് പറയാമെന്ന്. എനിക്കൊന്നുമില്ല. പെട്ടെന്ന് എന്തോ ഒരു വല്ലായ്മ തോന്നി. അതിന് ഇത്രമാത്രം കോലാഹലം ഉണ്ടാക്കണോ? ഇപ്പൊ ഞങ്ങൾക്കായി കുഴപ്പം. നിങ്ങളുടെ ഭാവം കണ്ട എനിക്കെന്തോ മഹാരോഗമാണെന്ന് തോന്നുന്നു. ഡോക്ടർ പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ലെന്ന്. വാ ചേച്ചി.